ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഈ പറയപ്പെടുന്ന നിലയിൽ ഒരു ബഫറിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് പ്രശ്നമുണ്ടാകും എന്നുള്ള ആശങ്ക നമ്മുടെ സഭയിൽ തന്നെ ആവശ്യമില്ല. നമ്മൾ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ മേഖലയിലൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല. അത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. നമ്മളിതിന് മുൻപും 2015-ലും 2016-ലും എല്ലാം ഉള്ള അപേക്ഷകൾ ഞാൻ പരിശോധിച്ചു. 7 അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. അതിൽ ചിലത് റിജക്റ്റ് ചെയ്തു, ചിലത് കൊടുത്തു. 15 മീറ്റർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്, 17 മീറ്റർ കൊടുത്തിട്ടുണ്ട്, 10 മീറ്റർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ നിലയാണ് നമ്മൾ തുടർന്ന് സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലയും പിണറായി സർക്കാർ എടുത്തിട്ടില്ല. നമുക്ക് ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പം പറഞ്ഞു ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനം, ആശങ്ക ഉണ്ടായിരുന്നു, അകലുകയാണത്. 964-ലെ ഭൂപതിവ് ഭേദഗതി നിയമത്തോടുകൂടി ആ ആശങ്ക അകലുകയാണ്. ചട്ടങ്ങൾ രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. സാധാരണക്കാരെയും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെയും അവർ നിർമ്മിച്ച നിർമ്മിതികളെയും റെഗുലറൈസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഈ നിയമം ചട്ടം കൊണ്ടുവന്ന് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക അകലും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നം നമുക്ക് ആവശ്യമില്ല. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ട് ഇടുക്കി നേരിടുന്നുണ്ട്. ഇടുക്കി മാത്രമല്ല, കേരളത്തിൽ പൊതുവിലുണ്ട്. എന്നാൽ കൂടുതലും ബാധിക്കുന്നത് ഇടുക്കിയിലാണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, സാധനത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിയുമായി ഒരു ഘട്ടം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അടിയന്തരമായ പരിഹാരം അതിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെൻറ് ചിന്തിക്കുന്നത് എന്താ? ഇറിഗേഷൻ വക സ്ഥലം, പൊന്നും വിലയ്ക്ക് മേടിച്ച സ്ഥലം, വർഷങ്ങളോളം കാലങ്ങളോളമായി പലരുടെയും കൈവശമിരിക്കുന്ന സ്ഥലം, എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു. അവിടെ പട്ടയം കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. നമുക്കതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളും നിയമപരമായ സാധ്യതകളുമെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു പക്ഷേ അത് സാധ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ ഈ ഗവൺമെൻറ് അത് വീണ്ടും പരിശോധിച്ചു. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു നോട്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നതിൽ എനിക്ക് വന്നു. അവിടെ പട്ടയം കൊടുക്കാൻ സാധ്യമാകുമോ? ഞങ്ങളതിനു വേണ്ടി ഒരു യോഗം ചേർന്നു. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഞാനുണ്ടായിരുന്നു, വനം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടി ഉൾപ്പെട്ട പ്രദേശമാണ്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു, നരേന്ദ്രനാഥ് നമ്മുടെ പാറശാല MLA ഉൾപ്പെടെ. ആ വിഷയങ്ങളെല്ലാം ഞങ്ങൾ സവിസ്തരമായി പരിശോധിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം പരിശോധിച്ചു. അവിടെ കണ്ട കാര്യം വെച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഇതിൻ്റെ ഭാഗമായി 40 വർഷക്കാലം 45 വർഷക്കാലം കൈവശം വെക്കുക. അവർക്കൊരു ലോണിന് അപേക്ഷ വെക്കാൻ പറ്റിയല്ല, കുട്ടികളുടെ പഠന സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റിയല്ല. അപ്പോൾ നമുക്കെന്തിനാ നിയമം? അതിനെ നമ്മൾ ലഘൂകരിക്കുക. അവർക്ക് എത്രത്തോളം എക്സ്റ്റെൻറ്റ് വേണം അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും. പക്ഷെ അവർക്കൊരു സാധ്യത ഉണ്ടാകട്ടെ. ഏതാണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്, പെരിയാർവാഴി ഇറിഗേഷൻ പ്രോജക്റ്റ്, നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്നിങ്ങനെ ആ സ്ഥലത്ത് തന്നെ പരിശോധിച്ചപ്പോൾ 10,000-ത്തിലധികം കുടുംബങ്ങൾ വരുന്നുണ്ട്. ആ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കണം. പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ ഇത് അസംബ്ലി പറഞ്ഞാണ് ഞാൻ ഓർക്കുന്നു. ആ വിഷയം പരിഗണനാർഹകരമായി നോക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അവർ കടലാസുകളൊക്കെ പരിശോധിച്ചപ്പോൾ കൊടുക്കാൻ സാധ്യമല്ല എന്ന നില തന്നെയാണ് സ്വാഭാവികമായും തരിക. പക്ഷെ ഗവൺമെൻറ് അത് പരിശോധിച്ചു, അത് പോസിറ്റീവായി പരിഗണിച്ച പട്ടയം കൊടുക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. ചരിത്ര സംഭവമില്ല കേരളത്തിൽ. നമുക്കെല്ലാം കൂടി ആലോചിച്ച് സന്തോഷിക്കേണ്ടത് 10,000 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുക ചെറിയ കാര്യമാണോ? ആ നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യം, കൃഷിഭൂമിയാണല്ലോ പ്രധാനപ്പെട്ട കർഷകനെ സംബന്ധിച്ചിടത്തോളം. കാലവർഷക്കെടുതിയിൽ ദുരന്തം ഉണ്ടായാൽ ഏതാണ്ട് അടുത്ത കാലവർഷം വരെയുള്ള കാലം കൊണ്ട് കുറേ അന്വേഷണമൊക്കെ നടത്തി കുറേ കൃഷിനാശത്തിന് തുക കൊടുക്കുന്നൊരു സ്ഥിതി പണ്ടേ കാലം മുതൽ തുടരുന്നുണ്ട്. എന്നാൽ വേനൽ ചൂടിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കൃഷിനാശത്തിന് നഷ്ടം കൊടുത്തൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. ഈയിടെ വലിയ വേനൽ ചൂടുണ്ടായപ്പോൾ ഏറെ കൃഷി വലിയ സാരമായി ബാധിച്ചു. ആ ഘട്ടത്തിൽ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രിയെ ഞാൻ വിവരം അറിയിച്ചു. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയും ഡിസ്ട്രിക്റ്റും കൂടി ആയതുകൊണ്ട് കുറേ താല്പര്യം കാണിച്ചു. അദ്ദേഹം ആ നിമിഷം തന്നെ അവിടെ എത്തിയുണ്ടായി. ഷോട്ട് ചെയ്യാം. ഞങ്ങൾ ഉടനടി ആ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരിച്ചു വന്നു. എന്താ സംഭവിച്ചത്? അപേക്ഷകൾ സ്വീകരിച്ചു, വിലയിരുത്തി. അങ്ങനെ നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണചരിത്രത്തിലും കാണേണ്ട ഒരു കാര്യം, വേനൽക്കാലത്തുണ്ടായ അത്തരം ദുരന്തങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ച് 10 കോടി രൂപ കർഷകർക്ക് കൊടുത്ത ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. അതാണ് കാണേണ്ടത്. അപ്പോൾ അത്തരം യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മാറ്റിവെക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഞാനൊരു കേസ് പണ്ട് ശ്രദ്ധിച്ചു, നമ്മുടെ അസംബ്ലി തന്നെ വന്നതാണ്, ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട്
ഇടമലയാറ് പദ്ധതി ഉണ്ടാകുന്നതിന് വേണ്ടി അവിടെ സ്ഥലം വിട്ടുകൊടുത്തു. അങ്ങനെ സ്ഥലം കൊടുത്ത സന്ദർഭത്തിൽ പകരം ഭൂമി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പകരം ഭൂമി കൊടുത്തതിൻ്റെ ഭാഗമായി 115 ഏക്കറാണ് ഇടമലയാറിന് വേണ്ടി മൊത്തം ആവശ്യം വിട്ടുകൊടുത്തത്. അതിൽ ഏതാണ്ട് 52 ഹെക്ടർ ഭൂമി മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലും 65.46 ഹെക്ടർ ഭൂമി കാരാപ്പുഴ പ്രോജക്റ്റിലും കൊടുത്തു. ഒരു ഘട്ടത്തിൽ വലിയ ഇഷ്യൂയായി. ഇതിന് നടപടികൾ തുടർന്ന സമയത്ത് അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റേഷന് സാധ്യമല്ല 12 ഏക്കർ, അതിന് പകരം ഭൂമി വേണം, അത് മലങ്കരയെ കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞ് വലിയ വിഷയം ഉണ്ടായില്ലേ? ഞങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ? കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞ് ഫോറസ്റ്റിന്. ഇനി വേറെ പകരം ഭൂമിയൊന്നും കേരളത്തിൽ കൊടുക്കലില്ല. പക്ഷെ എന്തേറെ പ്രശ്നങ്ങളും സമരങ്ങളും ഉണ്ടായി, ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞാൻ സമാപിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിക്കട്ടെ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നത് ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവരിക, ഇതെല്ലാം ഡാമും അനുബന്ധ സ്ഥലത്തുമല്ലേ. മലങ്കരയിൽ BOT-യിൽ PPP-യിൽ ബൃഹത്തായ ടൂറിസം പദ്ധതി നടപ്പിലാക്കും. കാഞ്ഞാർ, കൊടയത്തൂർ, അറക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സമഗ്രമായി കൊണ്ടുവന്നെത്തിക്കുന്ന നിലയിലുള്ള ടൂറിസം പദ്ധതിക്ക് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലും പാലക്കാട് ജില്ലയിലും 2 പ്രോജക്റ്റുകൾ പൈലറ്റ് പ്രോജക്റ്റായി ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതോടൊപ്പം ഇറിഗേഷൻ വക സ്ഥലം ഞാൻ സൂചിപ്പിച്ചു സാർ, ഒരു സെക്കൻഡ്. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ കളിസ്ഥല നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ ഏത് പഞ്ചായത്ത് കമ്മിറ്റിയായിട്ട്, ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പറഞ്ഞാൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് കയറി കുറേ കളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് റെഗുലറൈസ് ചെയ്യാം, അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാം.